everyone, welcome to Superstar Junior. Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So let's welcome our judges, Vijay Chetta. Oh my God. Sujata Chechi. Stephen Chetta. And our lovely Star Orchestra. So Anjali. Yes. അപ്പോൾ നമ്മുടെ ഒരു നെക്സ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ Next എത്തിയിരിക്കുകയാണ്. സ്റ്റേജിലേക്ക് പോവാണ്. Yes. So എനിക്ക് Which is തോന്നുന്നു evident നമ്മുടെ ഈ എപ്പിസോഡ് ഒരു സ്റ്റെപ്പ് അപ്പ് എപ്പിസോഡാണ്. കാരണം ഇനി അങ്ങോട്ട് ആരെല്ലാമാണെന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ അറിയും. സോ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ റൗണ്ട്സിൽ പ്രമാണിച്ച് നമുക്ക് 15 കണ്ടസ്റ്റൻസിന്റെയും അവരെ 2 പെർഫോമൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിന്റെ സ്കോർ നമ്മളിപ്പോൾ കാണാം. സോ വിൽ സീ ദ സ്കോർ. സോ ഓവർ ടു ദ മാർക്സ്. So നമ്മുടെ 15 കുട്ടികളുടെ മാർക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു and it is very evident. നമ്മുടെ ടോപ്പ് സ്കോറർ is Anjana with 58.5 marks. Anjana ഓടി വരൂ. അഞ്ജന കുട്ടി വീണ്ടും ടോപ്പ് സ്കോറർ. രണ്ട് പെർഫോമൻസ് ഒക്കെ തകർത്ത് പാടി പിന്നെയും ടോപ്പ് സ്കോറർ ആയിരിക്കാണ്. കൺഗ്രാറ്റുലേഷൻ. സോ അടുത്ത പ്രാവശ്യം അഞ്ജന തന്നെ ടോപ്പ് സ്കോറർ ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രാവശ്യം ടോപ്പ് സ്കോറർ ആവുമ്പോൾ ആ ഗിഫ്റ്റ് എനിക്ക് തരണം. അങ്ങനെ എനിക്കൊരു ഗിഫ്റ്റും കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അല്ലേ ഇത്രയും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. സോ സ്റ്റീഫൻ ചേട്ടാ പ്ലീസ് കം. അപ്പോൾ അടുത്ത എല്ലാ കണ്ടസ്റ്റൻസും അടുത്ത പ്രാവശ്യം നമുക്ക് അഞ്ജനേനെ ഒന്ന് തോപ്പിക്കണ്ടേ? റെഡിയാണോ? എത്ര പേരുണ്ട്? കണ്ടോ, എല്ലാവരും ഉഷാറിൽ കൈപൊന്തിച്ചു. അടിപൊളി. അപ്പൊ അഞ്ജനയ്ക്കും ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആവട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഇതിങ്ങനെ എളുപ്പ വഴിയാവും. ഓൾ ദ ബെസ്റ്റ് അഞ്ജന. അഞ്ജനയ്ക്കും ഇതൊരു എന്താ പറയാ, ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും വരാണ്ടിരിക്കട്ടെ. അതെ, ഇനിയും ഹാർഡ് വർക്ക് ചെയ്യുക, അങ്ങോട്ട് പോവുക. ബാക്കി എല്ലാവരും തോപ്പിക്കാനോ അല്ലെങ്കിൽ ജയിക്കാനോ എന്നുള്ളതല്ല, പക്ഷെ അഞ്ജനയുടെ ആ ഒരു ഡെഡിക്കേഷനും ഇതൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കണം തീർച്ചയായിട്ടും. ബാക്കിയുള്ളവർക്ക് അതില്ല എന്നല്ല, പക്ഷെ എന്നാലും അത് ഒരു ടാർഗറ്റായിട്ട് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വേറൊരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. സോ കീപ് വർക്കിംഗ് ഹാർഡ് ആൻഡ് ഹാവ് ഫൺ ഓൾസോ. എൻജോയ് ദിസ്. Thank you so much. Thank you so much Stephen ചേട്ടാ. Thank you so much Vijay ചേട്ടാ. അഞ്ജലി, എന്താണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ്? എന്താണ് നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് നമുക്ക് സുജാത ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ചേച്ചി പറയൂ, വാട്ട് നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഇതിലേക്ക് പോണത് ആരാന്നുള്ളതല്ല, സ്റ്റെപ്പ് അപ്പ് സെലക്ഷൻ. ഇപ്പോൾ അത് നമ്മൾ 4 പേരെയാണ് അതിന് വിളിക്കുന്നത്. ഏറ്റവും ഇപ്പോൾ കഴിഞ്ഞതിലെ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ 4 പേര്. അത് സൂര്യകിരൺ, ഷാലറ്റ്, അഭിരാമി ആൻഡ് കൃഷ്ണ. സോ ഈ 4 പേരെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. സോ വെൽക്കം ഷാർലറ്റ്, അഭിരാമി, സൂര്യകിരൺ. പേടിണ്ടാർക്കല്ലോ? ഒന്നുമില്ലല്ലോ, ഒരു ടെൻഷനില്ലല്ലോ. പിന്നെന്താ, ഇത്രേ ഉള്ളൂ പ്രശ്നം. സോ വിജയ് ചേട്ടാ, സോ വിൽ സ്റ്റാർട്ട് ഫ്രം യു. സോ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ് ആൻഡ് ഈ ഒരു ജേർണിയിൽ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഈ 4 പേര് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ റൗണ്ട്സിൽ അല്ലെങ്കിൽ രണ്ട് പെർഫോമൻസസിൽ അവരുടെ മാർക്ക് വാസൻ അപ് ടു ദ ലെവൽ. ആൻഡ് അത് വാട്ട് എവർ ദ റീസൺസ്, ഐ മീൻ അന്ന് ആ ദിവസം അവർ പെർഫോം ചെയ്തത് അത്രയും ശരിയായില്ല. അല്ലാണ്ട് ഇവരാരും നല്ല ഗായകന്മാരല്ല, അതുകൊണ്ടല്ല. ഇതിലിപ്പോൾ 4 പേരുണ്ട്. എത്ര പേര്, അല്ലെങ്കിൽ ഹൂ മീൻ 1 person ആണോ 2 person ആണോ 3 person ആണോ ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ? That's a good question. That's a suspense. അത് ഞങ്ങൾ ഒരു ചെറിയ സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. Okay, so we will wait and see. Okay, so
സസ്പെൻസ് ഞങ്ങൾക്ക് ശരി വേഗം തുടങ്ങാം ക്യൂരിയസ് ആണ് അതെ, പക്ഷേ curious ആണ്. we'll wait and see. യെസ് സോ സുജാത ചേച്ചി 4 കുട്ടികളും നല്ലോണം പാടുന്നവരാണ്. എനിക്ക് സങ്കടം ഇതിലാരെങ്കിലും ഐ മീൻ കിട്ടാതെ പോകുന്നവരെ ഞങ്ങൾക്ക് ലൂസ് ചെയ്യും. ആര് പോയാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ ലൂസ് ചെയ്യും ഈ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ. അതുകൊണ്ട് സങ്കടമാണ്. പക്ഷേ ദ ഷോ ഹാസ് ടു ഗോ ഓൺ അൾട്ടിമേറ്റ്ലി അല്ലേ. അപ്പോൾ ഇവരുടെ 4 പാട്ടുകൾ ഇവരുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള 4 പാട്ടുകൾ പാടുക. അതിന്ന് ആരാണ് ലക്കി എന്ന് വെച്ചാൽ ആ നമ്പർ നമ്മളിപ്പോൾ പറയുന്നില്ല, അവരെ അടുത്തയിലേക്ക് സെലക്ട് ചെയ്യുന്നു. ബാക്കി 4 പേരെയും തുണയ്ക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്റ്റീഫൻ ചേട്ടാ സ്റ്റീഫൻ ചേട്ടാ, ഈ പറഞ്ഞ മാതിരി വിഷമമുണ്ട്. ഷോ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പും ഫെയർവെല്ലും എല്ലാം എവറിത്തിങ് ഇസ് ദെയർ, അപ്സ് ആൻഡ് ഡൗൺസ്. സോ അത് അംഗീകരിക്കുക. ഇതിന് ഒരാൾ തോറ്റു അല്ലെങ്കിൽ ഒരാൾ പിന്മാറി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളതിലൊരു നിങ്ങളെ ആരും തരം താഴ്ത്തില്ല. തരം താഴ്ത്തുന്ന ഒരു ഷോ അല്ല സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് 4 വാവകളെ കേട്ടോ. നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ എനിക്കറിയാം. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ, ഹൗ മച്ച് കേപ്പബിൾ യു ആർ, ഹൗ മച്ച് യു ക്യാൻ ഗോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ബി കോൺഫിഡൻറ്റ് ആൻഡ് ബി ഷുവർ അബൌട്ട് വാട്ട് യു ആർ. ഓക്കെ, ലവ് യു ആൾ. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. ചേട്ടാ. അപ്പോൾ സുജാത ചേച്ചി പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ നിന്നും ആരെങ്കിലും പോവേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും നിങ്ങൾ സൂപ്പർ സ്റ്റാർ ജൂനിയറിനെ ലൂസ് ചെയ്യല്ല, ശരിക്കും സൂപ്പർ സ്റ്റാർ We are ജൂനിയർ ആണ് losing. നിങ്ങളെ ലൂസ് ചെയ്യുന്നത്. Yes. സോ ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കിടക്കാം. ഓക്കെ, Yes. റെഡി? അഞ്ജലി, ഇപ്പോൾ 4 പേരുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക അവരെ? അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസസ് ആണ് ഇന്ന് അവരിപ്പോൾ കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പം അതിൽ ആരാദ്യം ചെയ്യും എന്നുള്ളത് നമ്മൾ ലോട്ട് എടുത്തിട്ട് വേണം തീരുമാനിക്കാൻ. Okay. അപ്പോൾ നമുക്ക് അവരെ കൊണ്ട് തന്നെ ലോട്ട് എടുപ്പിക്കാം. Yes. ഓക്കെ, റെഡി? അപ്പോൾ 4 പേരും ലോട്ട് എടുത്തു കഴിഞ്ഞു. സോ അവരുടെ കയ്യിലുള്ള നമ്പർ ആണ് നിങ്ങളുടെ ഓർഡർ. ഓക്കെ, ഇത് 1 എഴുതിയിട്ടുള്ള ആള് 1, സെക്കൻഡ് എഴുതിയിട്ടുള്ള ആള് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, നമുക്ക് നോക്കാം. തുടങ്ങാം. ഏതാണ് മോന് പറ്റിയ നമ്പർ? 2. ഓക്കെ, സോ സെക്കൻഡ് പെർഫോമൻസ്. നെക്സ്റ്റ് ഷാർലറ്റ്. ഫസ്റ്റ് പെർഫോമൻസ് ഷാർലറ്റിന്റെ ആണ്. ഓഹോ, ഓക്കെ. കൃഷ്ണ. ഫോർത്ത് ഫോർത്ത് പെർഫോമൻസ്. ഓക്കെ. അഭിരാമി. 3. Third ഓക്കെ, performance. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, And ഫോർത്ത്, fourth. ഈ ഓർഡറിൽ നമ്മുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോവാണ്. സോ ഗെറ്റ് റെഡി, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ. ഓക്കെ, സോ ഷാർലറ്റ്, നമ്മൾ ഏത് പാട്ടാ പാടാൻ പോണേ? ഒറ്റയാൾ പട്ടാളം എന്ന ഫിലിമിലെ മായാമഞ്ജലി. ഓ, അപ്പോൾ ഇറ്റ്സ് എ വെരി വെരി മെലോഡിയസ് സോങ് ആണ്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. ഇതിലാകെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ റൗണ്ട് നമ്മൾ ചോദിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ എന്താണെങ്കിലും ഒരു പെർഫോമൻസ് നമുക്ക് മിസ്സാവുകയാണ്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് സോണിലേക്ക് പോകാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ പാട്ട് രാധിക ചേച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു. മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളേ.
ചിരി തൂകി മലർത്താരം കൊണ്ടുവന്നതാര് കനകമഞ്ചാടി പോലെ അഴകുത്തൂവുമീ നേരം കനകമഞ്ചാടി പോലെ അഴകുത്തൂവുമീ നേരം ഏതൊരോർമ്മയിൽ മുങ്ങുമീ ആരെ തേടുന്നു ഗോപികേ കിനാവിലെ മനോഹരി മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. ആ ആ പൂനിലാവ് പെയ്യുമീറൻ രാവിൽ കതിരാമ്പൽ കുളിർ പൊയ്ക നീന്തി വന്നതാര് പൂനിലാവ് പെയ്യുമീറൻ രാവിൽ കതിരാമ്പൽ കുളിർ പൊയ്ക നീന്തി വന്നതാര് പവിഴമന്താരമാല പ്രകൃതി നൽകുമീ നേരം പവിഴമന്താരമാല പ്രകൃതി നൽകുമീ നേരം മോഹകുങ്കുമം പൂശി നീ ആരെ തേടുന്നു ഗോപികേ കിനാവിലെ സുമംഗലി മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. മോളെ വളരെ നല്ലതായിരുന്നു. താങ്ക് യു ചേട്ടാ. എന്തായാലും നന്നായിട്ട് പാടി മോള്. അതെ, മോൾ എന്തായാലും ആദ്യം പറഞ്ഞ പോലെ തന്നെ തീർച്ചയായും നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച് നമ്മളെ വിട്ടുപോയ രാധിക ചേച്ചിയെ ഓർത്തുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്തതിൽ തീർച്ചയായും ഒരുപാട് 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 നന്ദി. അപ്പം എന്തായാലും നമുക്ക് എന്താ ചെയ്യണ്ടേ? അതെ, അടുത്ത പെർഫോമൻസിലേക്ക് പോകാം. കാരണം ഇതിന്റെ മാർക്സും കമന്റ്സും എല്ലാം നമുക്ക് അടുത്ത 3 പെർഫോമൻസിന് ശേഷമേ ഒരുമിച്ച് അറിയുള്ളൂ. ഒരുമിച്ച് കേൾക്കാം അല്ലേ? കുഴപ്പമില്ല, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഓക്കെ പോലെ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അഞ്ജലി, നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് വിളിക്കാം സൂര്യകിരൺ. സൂര്യകിരൺ. സൂര്യ, റെഡിയാണോ പാട്ടൊക്കെ? എല്ലാം റെഡിയാണ്. അപ്പൊ ഏതാ പാട്ട്? ഞാൻ ശങ്കരാഭരണം എന്ന ഫിലിമിലെ ശങ്കര. എന്തായാലും മോന് അല്ലെങ്കിൽ കുറച്ചൊരു കർണാട്ടിക് ഇൻഫ്ലുവൻസ് ഉള്ള കാരണം ഓൾ ദി ബെസ്റ്റ്. പാടും. ഓക്കെ, തകർക്കൂ. ശങ്കര നാദശരീര പരാ വേദവിഹാരവര ജീവേശ്വര
మెరిసేందురు పులు మురిసే పెదవుల సిరు సిరు నవ్వులు కాబోలు ఉరిమే ఉరుములు సరి సరి నటనల సిరి సిరి మూవులు కాబోలు మెరిసేందురు పులు మురిసే పెదవులు సిరు సిరు నవ్వులు కాబోలు ఉరిమే ఉరుములు సరి సరి నటనల సిరి సిరి మూవులు కాబోలు పరవసాన శిరసు గంగా తలకు జారన శివగంగా పరవసాన శిరసు గంగా తలకు జారన శివగంగా ఆగా నలగరిను మునుగంగా ఆనంద వృష్టినే తడవంగా శంకరా నాద శరీరా వరా వేద విహారా వరా జీవేశ్వరా శంకరా 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 ശരിയാ എന്തോ ഇത് അങ്ങനെ കമന്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റാത്തൊരു പാട്ടാണ്, കാരണം അത്രയും ഒരു ലെജൻഡറി സോങ് ആണ്. എന്തായാലും നന്നായി പാടി. മോൻ ഏറ്റവും ഇൻഫ്ലുവൻസൽ ഏരിയ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ജഡ്ജസിനും ഇഷ്ടപ്പെട്ടുണ്ടാവും നമുക്ക് വിശ്വസിക്കാം. എന്തായാലും താങ്ക് യു ഓർക്കസ്ട്ര ഫോർ ദിസ് വണ്ടർഫുൾ സപ്പോർട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സോ വിളിക്കാം നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് അഭിരാമി. അഭിരാമി. ശ്ശെ, ആ ചിരി കണ്ടാ മതി. ഭയങ്കര ക്യൂട്ട് ഉണ്ട് കാണാൻ. താങ്ക് യു. രജത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രോക്ക് ഒക്കെ. അതെ, ഞാൻ പറയുന്നു. പറയായിരുന്നു എന്ത് രസാ കാണാനൊക്കെ. ഈ ചന്ദനക്കുറൊക്കെ ഇട്ട് ഏതാ പാട്ട് കേക്കട്ടെ? ഞാൻ ചാമരം പറഞ്ഞ ഫിലിമിലെ ആ നാദാ നീ വരും. ശ്ശോ, ഈ സിനിമയെ കുറിച്ച് ഈ പാട്ടിനെ കുറിച്ചൊക്കെയാണ് 2 ദിവസം മുമ്പ് മനോജേട്ടൻ വന്നപ്പോ പറഞ്ഞ ഓർമ്മയില്ലേ അവാർഡൊക്കെ കിട്ടിയതാണൊക്കെ? അപ്പൊ അതേപോലെ അവാർഡ് കിട്ടിയ പോലെ ഇവിടെ പാടണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവേദിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവേദിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ.
എന്തൊരു എക്സാക്ട് ആയിരുന്നു രജത്. അല്ലേ ശ്ശെ, ഇങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ ശ്ശെ, ആ ചിരിയും തകർത്തു. നന്നായിരുന്നു വളരെ. ഡയലോഗൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. താങ്ക് യു. ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതെ, ഭയങ്കര അത് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് സോങ് കൂടി ആയതുകൊണ്ട് ഇറ്റ്സ് എ വെരി വെരി മെമ്മറബിൾ സോങ് ആണ്. സോ സ്റ്റെപ്പ് അപ്പ് എപ്പിസോഡാണ്. ഇതിന്റെ മാർക്സും കമന്റ്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ അറിയുള്ളൂ അല്ലേ? അപ്പൊ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല അല്ലേ? ആ ചിരി കണ്ടാ മതി. ശരി, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ് മോള്. താങ്ക് യു. സോ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് എപ്പിസോഡിലെ 4 പെർഫോമൻസിൽ ഏറ്റവും ലാസ്റ്റ് പെർഫോമൻസ് ആണ് ഇനി. സോ ലെറ്റ്സ് വെൽക്കം കൃഷ്ണ. Krishna, our final contestant for the step up episode. Krishna, ready? റെഡി. റെഡി അല്ലേ മോളെ? പെട്ടെന്ന് റെഡി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പാട്ടും കൂടി ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയണം. അതെ. അപ്പൊ ഏതാ പാട്ട് ഏതാ? തൃഷ്ണ എന്ന സിനിമയിലെ മൈനാകം. ഷോ again one of the all time favorite Another lovely song. lovely song ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ എല്ലാം. ഓക്കെ ഫൈൻ, അതിനെ കുറിച്ച് പറയുമ്പോൾ കുറെ പറയാനുണ്ട്. പ്രിപ്പയർഡ് അല്ലേ ഇപ്പൊ മോളോ? അല്ലേ? ഓക്കേ. അപ്പോൾ നന്നായി പാടൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗസനി പനി ഗമ പാപ ഗമ പനി നി സാ സാ പനി സരി പമ ഗ മാ പാപ മരിനി പനി മാരിനി ദ ഗമ പപ മ പനി നി പനി സരിയാ. കടലിൽ നിന്നുയരുന്നു
ധനി സമാഗനീത ആ ഗമ പനി നി പനി സഗ മഗ സനിധ പസാ വനഭൂമി തോറും പരതുന്ന ഹൃദയം വീശുന്ന കാറ്റിൽ മൂളുന്ന പാട്ടിൽ വനികയിലൊരു കുലമലരിന് ചൊടിതളിലൊരാവേശം മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ കൃഷ്ണക്കുട്ടി എന്തോ ഓ ഇത്ര സമയമൊക്കെ എടുത്തിട്ട് ടെൻഷൻ അടിച്ചിട്ടാണോ അല്ല അല്ലല്ലോ പിന്നെന്താ പ്രശ്നം? നന്നായി പാടിയില്ലേ മോള്? നന്നായി പാടി, നല്ല നന്നായി പാടി. രസമുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയാ ഒരു ഫ്ലൂലെസ് പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു നമുക്ക് നല്ലൊരു നല്ല mood നൊസ്റ്റാൾജിക് create ചെയ്തു. മൂഡ് ക്രിയേറ്റ് ചെയ്തു തന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ സെഗ്മെന്റ് ഓഫ് ദ സ്റ്റെപ്പ് അപ്പ് എപ്പിസോഡിലേക്ക് കടക്കാം. അതെ. അല്ലേ കൃഷ്ണ? എന്താ ഒരു എനർജി റെഡി ഒന്ന് പറയൂ. ഓക്കെ എന്ന് പറയൂ. ഓക്കെ അതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കി 3 കണ്ടസ്റ്റന്റ്സിനെ സ്റ്റേജിലേക്ക് വിളിക്കാം. ഷാർലറ്റ്, അഭിരാമി ആൻഡ് സൂര്യകിരൺ. സോ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് എപ്പിസോഡിലെ 4 പെർഫോമൻസസും ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇനി എന്താ എല്ലാവരും റെഡി അല്ലേ? റെഡി എന്താ ഒരു ഉഷായി. ആ അതാണ് യെസ്. അപ്പൊ ആ റെഡി കേട്ട് ഞെട്ടിരിക്കുക ജഡ്ജസ്. നമുക്ക് നേരെ ജഡ്ജസിനോട് ചോദിക്കാം. സുജാത ചേച്ചി, അതിന് ഞങ്ങൾ റെഡി അല്ലായിരുന്നു. അതാണ് ഞങ്ങളുടെ സ്പിരിറ്റ്. ഞങ്ങൾ എന്ത് കാരണത്താലും ഇതാണ്. ഇത് എന്ത് സ്പിരിറ്റ് അത്? ദിസ് ഈസ് എ സ്പിരിറ്റ് ഫോർ എന്താ പറയാ, ആ വേറെ സ്പിരിറ്റ് ഒന്നല്ലോ, എനർജി സ്പിരിറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും 4 പേരുടെ മാർക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ. ഒരു കാര്യം പറയണം, ഇന്ന് കഴിഞ്ഞ തവണത്തെ എപ്പിസോഡ് നോക്കുമ്പോൾ വളരെ ബെറ്റർ ആയിരുന്നു. 4 പേരും ഒരുവിധം നല്ലോണമൊക്കെ ചെയ്തു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് പേരെ അല്ലെങ്കിൽ ഒരാളെയോ 2, 3, 4 അടുത്തയിലേക്ക്, അതെ, വേണമെങ്കിൽ 4 പേരെയും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, നോക്കാം. അത് നമുക്ക് നിശ്ചയിക്കാം. ഏതായാലും ഒരു കാര്യമുണ്ട്, പേരൻസ് തന്നെ നമ്മുടെ അവരുടെ മക്കളുടെ മാർക്ക് പറയുന്നു. ആദ്യം ഓക്കെ, അഭിരാമിയുടെ പേരൻസ്. അടുത്തത് സൂര്യകിരൺ. അടുത്തത് ഷാർലറ്റ്. And finally Krishna. അപ്പൊ നമ്മുടെ 4 കണ്ടസ്റ്റന്റ്സ് അവരുടെ പാരന്റ്സ് ഇവിടെ ഉണ്ട്, അവരുടെ മാർക്സ് ഉണ്ട് അച്ഛന്മാരുടെ കയ്യില്. നമ്മൾ ഇനി എന്താണ് നമ്മൾ ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ സൂര്യയും കൃഷ്ണയും ഇപ്പുറത്ത് വരൂ ചേച്ചിയുടെ. ഓക്കെ, അങ്ങോട്ട് മാറി നിൽക്കൂ. ഓക്കെ, അഭിരാമിയും ഷാർലറ്റും ഇപ്പുറത്ത് വരൂ, ചേട്ടന്റെ ഇപ്പുറത്ത്. ഓക്കെ, അച്ഛൻ എന്തിനാ അങ്ങോട്ട് പോണേ? അച്ഛന്മാര് മുമ്പിലോട്ട് വരൂ പ്ലീസ്, മുമ്പോട്ട് പോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ വിജയ് ചേട്ടൻ, സുജാത ചേച്ചി ആൻഡ് സ്റ്റീഫൻ ചേട്ടൻ, നമ്മുടെ 3 ജഡ്ജസും ചേർന്നിട്ട മാർക്സ് ചേട്ടന്റെ കയ്യിലുണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് ആരൊക്കെയാണ് ഇൻ ആരൊക്കെയാണ് ഔട്ട് എന്നുള്ളത് അല്ലേ? ഇല്ല, ഇതിൽ അറിയില്ല. നമ്മള് മാർക്കാണ് ഇട്ടിരിക്കുന്നത്. അറിയില്ല, അതിൽ നമ്മൾ അറിയും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ആദ്യം നമ്മൾ എത്ര പേരാ പോണതോ അല്ലെങ്കിൽ ഫെയർവെൽ ആവണമെന്നോ സ്റ്റെപ്പ് അപ്പ് ആവണമെന്നോ നമ്മൾ പറയുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. ഇതൊരു മാർക്കിന്റെ മാർക്ക് അടിസ്ഥാനം അറിഞ്ഞു കഴിഞ്ഞിട്ടാണത്. ഓക്കെ, ശരി, വീണ്ടും ഒരു സസ്പെൻസ് ആണ്. ഷാർലറ്റിന്റെ അച്ഛൻ ആ ബോക്സ് തുറക്കുക.
Great round of applause, Charlotte. Congratulations, 23. Congrats, Charlotte. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആരാ പെർഫോം ചെയ്തത്? അടുത്തത് സൂര്യകിരൺ. So, സൂര്യകിരൻ്റെ അച്ഛനെ തുറന്ന് 25, സൂര്യകിരൺ. Big round of applause. Congrats, Surya. and അടുത്ത ആരാണ്? അടുത്ത് അഭിരാമി അഭിരാമി. അച്ഛൻ. 21, അഭിരാമിക്ക്. അഭിരാമി. Congratulations, അഭിരാമി. Congrats, Abhrami. And so our final contestant. and കൃഷ്ണയുടെ അച്ഛൻ. 19 marks ആണ് കൃഷ്ണയ്ക്ക്. Congrats, Molu. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ടു എവ്രിവൺ. സോ യെസ് Yes. Now, അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് വരികയാണ്. ഓക്കെ, സോ ലെറ്റ്സ് Please, വെൽക്കം please, അവർ ജഡ്ജസ്. സെക്കൻഡ് പ്രൈസ് സ്പോൺസർഡ് ബൈ നിറപറ മലയാളത്തിന്റെ മഹാരുചി. ഫോർത്ത് പ്രൈസ് സ്പോൺസർഡ് ബൈ നന്ദനം സാനിറ്ററീസ്. സോ യെസ്, നമ്മളെല്ലാവരും ഇത്രയും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യണം. So, wait ചെയ്തിരിക്കുകയാണ് എന്താണ് വേഗം judges. പറയൂ പ്ലീസ്. Well, first of all, let's talk about അവരുടെ പെർഫോമൻസസ് അല്ലേ? ഓക്കെ സുജി? പ്ലീസ്. ഞാൻ ആദ്യമേ അവിടെ വെച്ച് പറഞ്ഞ പോലെ തന്നെ 4 പേരും ചെറിയ 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 മാർക്ക് വ്യത്യാസത്തിലല്ല നിങ്ങൾക്ക് മാർക്ക് ഡിഫറൻസ് വന്നേക്കണത്. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും ഒരുവിധം നല്ലോണം പാടി. ഒരാൾ തീരെ മോശം എന്ന് പറയാനില്ല. എല്ലാവരും ഒപ്പത്തിനൊപ്പം നിന്നു. അത് തന്നെ വലിയൊരു കാര്യം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. എല്ലാവരും നല്ല ധൈര്യമായിട്ട് പാടി, പേടിച്ചൊന്നുമില്ല. കൃഷ്ണ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ റൗണ്ടിൽ പാടിയതിനെക്കാട്ടൊക്കെ പാടി. പക്ഷെ എന്നാലും യു ആർ നോട്ട് ഫിറ്റ്. അതിൻ്റെ ആ പ്രശ്നങ്ങൾ കാണിച്ചിരുന്നു കൃഷ്ണ. ചില സ്ഥലങ്ങളൊക്കെ നല്ലതായിരുന്നു. സൂര്യകിരൺ അസലായി പാടി. പക്ഷേ സൂര്യകിരണിൻ്റെ ഒരു സ്ട്രോങ് ആ ജോണർ തന്നെയാണ് എടുത്ത് പാടിയേ. സ്ട്രെങ്ത് തന്നെയാണ് കാണിച്ചത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അത് മാത്രം ഇനിയും നെക്സ്റ്റിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പാടുവാണെങ്കിൽ മോൻ്റെ വെറൈറ്റികൾ കാണിക്കണം കേട്ടോ. ഇത് മാത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോന് കർണാട്ടിക് ഇൻഫ്ലുവൻസ് വരണം. അതിന് മാക്സിമം ചാടാൻ മോനെ ലൈറ്റ് മ്യൂസിക്കും കൂടെ കൊണ്ടുപോകണമെന്നില്ലേ? അങ്ങനെയുള്ളൊരാഗ്രഹം ഉള്ളപ്പോൾ അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൽ മോൻ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യണം. ഇനി മാസിൻ്റെ അടുത്തും പറയുക ഹെൽപ്പ് ചെയ്യാൻ. അഭിരാമി എനിക്കിഷ്ടപ്പെട്ടു. അഭിരാമിക്ക് എപ്പോഴും ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. എന്ത് പാടുമ്പോഴും ആ സ്വരത്തിലും ആ സ്റ്റൈലിലും എനിക്കത് നമുക്കെല്ലാവരും അത് ഫീൽ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മൾ ലുക്ക് ഇൻ കോർണറിൽ എല്ലാം നമ്മൾ അതെ ആ ക്യൂട്ട്നെസ്സിൽ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ആയി പോകും. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാതെയും വയ്യ അല്ലേ? അപ്പോൾ അതാണ് അവിടെ ഉള്ളൊരു ഫോൾട്ട് എന്ന് പറയാൻ പറ്റില്ല, ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ മാക്സിമം യു ക്യാൻ ഡു. അതിൽ നമ്മൾ വി അപ്രീഷിയേറ്റ് യു വാട്ട് യു ഡൂയിങ്. ഇത് ഈ ഒരു പ്രായത്തിൽ ഇത്രയും ചെയ്യുന്ന വാട്ട് നീ എത്ര അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിക്കോസ് ഓഫ് യുവർ ടാലൻറ്റ്. ഓക്കെ, സോ ഐ അപ്രീഷിയേറ്റ്. ഷാർലറ്റ് ഞങ്ങൾ വളരെ പ്രതീക്ഷയുള്ള, നമ്മളെപ്പോഴും പറയാറുണ്ട് ടാലൻറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ്. പക്ഷേ ചില ദിവസം അങ്ങനെയൊക്കെയായിരുന്നു ഒരു വീഴ്ചകൾ വന്നുകൊണ്ടാണ് ഷാർലറ്റിൽ വന്നത്. ഇന്ന് നീ പെർഫോം ചെയ്തപ്പോൾ യു ഡിഡ് യുവർ ബെസ്റ്റ്. നിൻ്റെ ആ കറക്റ്റ് സ്ട്രോങ് പോയിന്റിൽ ആ ഒരു സോങ് എടുത്ത് നീ നന്നായി യു ഡിഡ് യുവർ ബെസ്റ്റ്. കുറവുകളുണ്ട്, എന്നാലും അതപേക്ഷിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് മാർക്ക് തന്നിരിക്കുന്നതും. ബട്ട് യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഉള്ള പാട്ടുകളാണ് എടുത്തത്. നിങ്ങൾ ഓരോ റൗണ്ട്സും വരുമ്പോൾ ആ റൗണ്ടിൽ നിങ്ങളുടെ സ്ട്രെങ്ത് കാണിച്ചേ തീരൂ ഇനിയും. കാരണം ഇവിടെ വന്നിട്ട് ഒരു നല്ല പാട്ട് പാടി അടുത്തയിലേക്ക് കയറാം എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഓരോ ഇതിലും മാറിക്കൊണ്ടിരിക്കും നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ റൗണ്ടിലും യു ഹാവ് ടു ഡു യുവർ ബെസ്റ്റ്. ജയിക്കുന്ന തോക്കുന്നതിനെ പറ്റി അല്ല നമ്മളിവിടെ. ഈ എക്സ്പീരിയൻസിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പേരൻസും അതുപോലെ തന്നെ അവരെ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ പഠിച്ചു, നിങ്ങൾ ഇനി മാക്സിമം എൻ്റെ ചെയ്തു എന്നുള്ളതിൻ്റെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. മേക്ക് ഇറ്റ് എ സെലിബ്രേഷൻ. ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി അവസാനത്തെ ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ, കാരണം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പെർഫോം ചെയ്തു എന്നൊക്കെ നോക്കിയാലും ആ മാർക്ക് വലിയൊരു പോയിൻ്റാണ്. പിന്നെ നിങ്ങളുടെ മ്യൂസിക്കാലിറ്റി നോക്കും, നമ്മുടെ മ്യൂസിക്കാലിറ്റി എല്ലാം നോക്കും. ഹൗ മച്ച് ടാലൻറ്റഡ് യു ആർ, എത്ര സ്കോപ്പ് ഉണ്ട് നിങ്ങൾക്ക് പോകാൻ, അതെല്ലാം നമ്മളിതിലൊരു അടിസ്ഥാനമാണ് കേട്ടോ. അല്ലാതെ ഒന്നും അറിയാത്തവരോട് പെട്ടെന്നൊരു പാട്ട് പാടി ഒയ്യോ ഇവനെ നമുക്ക്, അങ്ങനെയില്ല. അടിസ്ഥാനം ബേസിക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലോറിൽ എത്തിയത് നിങ്ങളെല്ലാവരും. യു ആർ ബേസിക്കലി വെരി ടാലൻറ്റഡ്. ദാറ്റ്സ് വൈ യു ബീയിങ് ഇൻ സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ ബി പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് ജസ്റ്റ് ട്രൈ ഇറ്റ്. അത് അച്ചീവ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് Thank you, ജഡ്ജസ്. judges. സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡിസിഷൻ. സൂര്യകിരണിന് കിട്ടിയത് 25 ആണ്, ഷാർലറ്റിന് 23, അഭിരാമിക്ക് കിട്ടിയത് 21 ആൻഡ് കൃഷ്ണയ്ക്ക് കിട്ടിയത് 19 അല്ലേ? സോ നമുക്ക് 1, 2, 3, 4 എന്നുള്ള പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ അതുകൊണ്ട് കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ നമ്മൾ അപ്പോഴും വേറൊരു ചെറിയൊരു സ്റ്റെപ്പ് അപ്പ് എന്നുള്ള ഒരു സംഭവത്തിൽ ആര് പോണം? ടോപ്പ് സ്കോറർ മാത്രമാണോ അതോ 2 പേരോ 3 പേരോ താഴെയുള്ള 2 പേര് ഔട്ട് ആവുകയാണോ അതോ 3 പേരാണോ ഔട്ട് ആവുന്നത്, എങ്ങനെയാണെന്നുള്ളൊരു ഡിസിഷനാണ് ഇനി പെൻഡിങ്. സോ ആ ഒരു ഡിസിഷൻ ഇപ്പോൾ പറയാൻ വേണ്ടി സുജാത ചേച്ചിനെ ചേച്ചി മെഡിറ്റേഷനിലേക്ക് പോകുന്നു. ചേച്ചി സോ പ്ലീസ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് പ്രോസസ്സിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പോകുന്നത് 2 ടോപ്പ് കിട്ടിയവരാണ്. So that's Surya Kiran and Charlotte going to the next level. Congrats. Congratulations to both of you. സൂപ്പർ സ്റ്റാർ കുടുംബത്തിൽ തന്നെയുണ്ട്, നിങ്ങളൊന്ന് മാറി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ സൂപ്പർ സ്റ്റാർ കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ചുണ്ട്. കൃഷ്ണ, പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് യു നീഡ് ടു ഡു എന്നുള്ളത്. ഈ ഒരു സമയം നല്ലൊരു റെസ്റ്റ് പീരിയഡായിട്ട് വോയിസിന് ഇനിയും ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു പീരിയഡായിട്ട് കരുതിക്കൊണ്ട് അങ്ങോട്ട് പോവുക. ബട്ട് യു ആർ നോട്ട് ഗോയിങ് എനിവെയർ, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ അഭിരാമിയും യു സ്റ്റിൽ ഒരു കൊച്ചു പൊടി കുട്ടിയാണെന്ന് ആ ചിരി എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബിക്കോസ് യു ശരിക്കും പറഞ്ഞ ഒരു പവർ ഹൗസ് ആണ്, ഒരു നല്ലൊരു എനർജിയാണ് നിന്നെ കാണുമ്പോഴത്തേക്ക് സ്റ്റേജിലൊക്കെ. സോ അതെപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആൻഡ് വളർന്ന് ഇനിയും ശബ്ദവും എല്ലാം നല്ലപോലെ വളർന്ന് വലുതായി വരട്ടെ. ഓക്കെ. സോ 2 അഭിരാമി കുട്ടിക്കും കൃഷ്ണകുട്ടിക്കും സംഭവം ഫെയർവെൽ ആണെങ്കിൽ നമ്മൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വെറും കൈയോടെ അവരെ വിടില്ല. തീർച്ചയായിട്ടും. We have a beautiful farewell gift for you. Wow. Yeah. Okay. And sponsored by Nandanam Sanitaries. And yes, so Nandanam Sanitaries ന്റെ proprietor Sandeep Mailat sir ne നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. Please sir, please. സ്വാഗതം. With the gift. Thank you so much. Thank you so much for supporting. Thank you so much. Thank you. അപ്പോൾ എന്തായാലും കൃഷ്ണകുട്ടി പറയൂ. കൃഷ്ണയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. എനിക്കിവിടെ പാടാൻ തന്ന അവസരം തന്ന അമൃത ചാനലിനും പിന്നെ എന്നെ പാട്ട് പഠിപ്പിക്കുന്ന സിന്ധു ടീച്ചറിനും അനിൽ അങ്കിളിനും ലാലി ആൻറ്റിക്കും പിന്നെ ഓർക്കസ്ട്ര അങ്കിൾമാർക്കും എൻ്റെ സ്കൂളിലെ എല്ലാവർക്കും പിന്നെ ഇവിടം വരെ എത്താനൊക്കെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. വെരി നൈസ്. വെരി ഗുഡ്, വെരി ഗുഡ്. Very good. കുഴപ്പമില്ല, ഞങ്ങൾക്ക് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ബട്ട് വെരി ഗുഡ്, വെരി വെൽ സെഡ്. ഗുഡ്. അഭിരാമി, എന്നെ ഇവിടെ വരെ എത്താൻ സഹായിച്ച എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും, അത് ഗംഗാദേവി ടീച്ചർ, ഗിരിജ മാം, പിന്നെ നന്ദൻ സാർ, സുധീർ സാർ, അങ്ങനെ എല്ലാവരെയും, പിന്നെ ഗ്രൂമർ സാർ, രാജേഷ് സാർ, അവരെല്ലാവരും ഈ വേദിയിൽ വലിയൊരു താങ്ക്സ്. ഓ ഇത്രയും ശരിയായ ചരിത്രത്തിന് വലിയൊരു താങ്ക്സ് വന്നല്ലോ. അതാണ് വലിയ എന്തായാലും താങ്ക് യു സോ മച്ച് മോളെ. നമ്മൾ അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഫെയർവെൽ പറയാത്ത 3 പേരുണ്ട്. ഓക്കെ, അവരെ നമുക്ക് തിരിച്ചു വിളിക്കാം. സൗഭാഗ്യ അനീസ and ശ്രീശങ്കർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. ആരും പോകുന്നില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
അവർക്ക് ആ ഒരു സമയത്ത് ആ മത്സരത്തിൻ്റെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഫുൾ ടൈം നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ ഈ മത്സരത്തിലേക്ക് ചിലപ്പോൾ ഇതിലൊരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാവും ഇതിൽ പോയവർക്ക്. ആൻഡ് സ്റ്റെപ്പ് അപ്പില് അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന ഷാർലറ്റിനും സൂര്യകിരണിനും ഒരു വലിയ കൈയടി ഓൾസോ. Congratulations to both of you. അപ്പൊ കുട്ടികളെ എല്ലാവരും ഓടി വരൂ, ഇവിടെ ജോയിൻ ചെയ്യൂ. ഓടി വരും, എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിക്കൂ. യെസ്, കെട്ടിപ്പിടുത്തം മാത്രമല്ല, നമുക്ക് ഇന്നത്തെ ഈ ഫെയർവെൽ എപ്പിസോഡ് നല്ല കിടിലമായിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഈ ഫെയർവെൽ എപ്പിസോഡ് നമുക്ക് അടിപൊളി ഒരു പെർഫോമൻസുമായി വൈൻഡ് അപ്പ് ചെയ്യാം. ആരുടെ പെർഫോമൻസ്? നമ്മുടെ ഫെയർവെൽ ടീം നമ്മുടെ സൗഭാഗ്, എലിസ, ശ്രീശങ്കർ, റെഡി? ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. മകരം മഞ്ഞാടയായി ചൊരിയും പൂമ്പാറ്റയെ, കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തിങ്കളെ, മുത്തമായി മുത്തം വയ്ക്കും നക്ഷത്രമല്ലേ ഞാൻ. ബിഗി 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 love you, love you, love you, baby. Biggie, 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 biggie. Love you, love you, love you, baby. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. കൊട്ടാരം നീലാവയിൽ മഞ്ഞിൻ മേട്ടിൽ മാർബിൾ കൊട്ടാരം. എന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ വേനൽ കയ്യാൽ തൊട്ടാൽ പൊട്ടും വെണ്ണക്കള്ളി ഞാൻ. ബിഗി 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 love you, love you, love you, baby. Biggie 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 love you, love you, love you, baby. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. മുട്ടല്ലേ നിന്നെ പട്ടാൽ മൂടൂലേ, ചെന്താമര ചുണ്ടിൽ ചെണ്ടാൽ ചായം തേക്കൂലേ. കണ്ണേ കണ്ണാരേ കണ്ണന്നിയല്ലേ, ആരോ രാവിൽ താനേ മൂളും മൂളിപ്പാട്ടല്ലേ. ബിഗി ബിഗി
ആ rhythm തുടങ്ങും. പറ്റില്ല. ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യണം. 1 2 3 4 ബിഗി 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 ബിഗി. Love you, baby. Hey, biggie, 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 biggie. Love you, baby. 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 Hey, biggie, 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 biggie. Love you, baby. Ready? 1 2 3 4 biggie 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 biggie. Love you, baby. Biggie, 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 biggie. Love you, baby. One more time. Biggie, biggie, biggie. Love you, baby. Hey, biggie, 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 biggie. Love you, baby. Rambo, പത്താനെ പത്തി നീത്ത പാമ്പോ പടകമുണരു വരടു ജാങ്കോ. And the award goes to Dr. Krishna Mohan on stage. ഒട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ. That's not true. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.